ഹലോ, ഇന്നത്തെ മിനി വ്ളോഗ് ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കർക്കിടക മാസമൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഒന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് 2 ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ തിരക്കൊന്നുമില്ല. അപ്പോൾ അന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് മാറാലൊന്നും അധികം അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും മാറാലൊക്കെ എപ്പോഴും അടിച്ചു വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ മേലെയൊക്കെ റൂമിൻ്റെ ലോഫിലൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. നമുക്ക് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ലേഡർ വെച്ച് കയറിയിട്ട് അതിന് മുകളിലുള്ള നമുക്ക് വേണ്ടതും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാവും. ഓരോ പ്രാവശ്യം വൃത്തിയാക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കളയാനും കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ വരുമല്ലേ. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ എൻ്റെ ഹസ്ബൻഡിനായാലും കുട്ടികൾക്കായാലും അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം എറിയണത് അതിൻ്റെ മേലോട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 2 മാസം കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ കയറി വൃത്തിയാക്കിയാലാണ് അവിടെ വൃത്തിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കടലാസുകളും ഇവർ എറിഞ്ഞ സാധനങ്ങളും നമുക്ക് കാണാതായ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കിട്ടുക. ഇവർ അടി കൂടുമ്പോൾ വലിച്ചെറിയുന്ന സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ആദ്യം ക്ലീൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് മാറാലൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്യും. പിന്നെ ഫാന് വൃത്തിയാക്കലാണ്. എല്ലാ മാസവും വൃത്തിയാക്കിയാലും ഫാനിലും ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവാറട്ടോ. ഞങ്ങൾക്ക് റോഡ് സൈഡാണ് വീട്, അതുകൊണ്ട് തന്നെ നല്ലോണം ഡസ്റ്റ് പടിയാറുണ്ട്. അതിനൊക്കെ ശേഷം മാറാലൊക്കെ തട്ടി മേലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് കഴുകാനിടുക. അതിന് ശേഷം കർട്ടനൊക്കെ എടുത്തൊന്ന് കഴുകാനിടുക. ഇതൊക്കെ കർട്ടനൊക്കെ എടുത്ത് കഴുകാനിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു വാരി അലമാരയൊക്കെ നീക്കി ഒന്ന് അടിച്ചു വാരി ഇത്രയും കടലാസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റൂമിൽ നിന്ന്. അപ്പോൾ ഒരു റൂമത്തെ കാര്യങ്ങൾ മാത്രമേ ഈ വ്ളോഗിൽ കാണിക്കുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്ലീനിങ് ഹാള് അതുപോലെ കിച്ചണൊക്കെ അടുത്തടുത്ത വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു റൂമത്തെ ക്ലീനിങ് ഒക്കെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി എല്ലാവിടെയും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലീനിങ് ഒക്കെ അടുത്ത വ്ളോഗിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മടിച്ചിരിക്കുന്ന എല്ലാ സഹോദരിമാരും ഒന്ന് ഉഷാറായിട്ട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി 2-3 ദിവസം കൂടെയല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇതുവരെ ക്ലീൻ ചെയ്ത സഹോദരിമാരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.